ഇത് കഴിഞ്ഞ 5 ദിവസം ആയിട്ടാണ് ഇത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വലിയൊരു തരംഗമായിട്ട് വന്നിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി. ഈ കോക്രോച്ച് എന്നുള്ളത് നമ്മുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തൊഴിലില്ലാത്ത യുവാക്കളെ പറ്റി നടത്തിയൊരു പരാമർശമായിരുന്നു ഈ പരാന്നഭോജികൾ, പാറ്റകൾ, കോക്രോച്ചസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അന്ന് വാർത്ത വന്നപ്പോൾ തന്നെ ഈ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ആലോചിച്ചിരുന്നതാണ്. പക്ഷെ അടുത്ത ദിവസം അദ്ദേഹം അതിന് വിശദീകരണം നൽകുകയും ചെയ്തു. എനിക്കിവിടുത്തെ യുവാക്കൾ ഇൻസ്പിറേഷനാണ്. ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് ജോലിയൊക്കെ ഇന്നും ഇല്ലാത്ത ചില യുവാക്കൾ വെറുതെ നല്ല ആളുകളെ, നല്ല സ്ഥാപനങ്ങളെയൊക്കെ അനാവശ്യമായിട്ട് തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കാശുണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട്. അവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ അഡ്വക്കേറ്റ് പദവി വേണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. സാധാരണ സീനിയർ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് പദവി കോടതി തന്നെ കണ്ടറിഞ്ഞ് ചില വക്കീൽമാർക്ക് കൊടുക്കുന്നതാണ്, ഇല്ലേ? ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും. അല്ലാതെ ഇത് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഹർജി കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആ കൊടുത്തയാളും ഇതുപോലത്തെ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം ഉണ്ടായത്. കോക്രോച്ച്, പാരസൈറ്റ് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ അയാളെയും കൂടി ഉൾപ്പെടുത്തി പറഞ്ഞതായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രയോഗം തൊഴിലില്ലാത്ത യുവാക്കളെ പറ്റി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയതാണെന്നുള്ളൊരു വ്യാഖ്യാനം ചമച്ച് അതിൽ നിന്ന് കോക്രോച്ച് എടുത്തിട്ടാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ, പ്രധാനമായിട്ടും ഇൻസ്റ്റാഗ്രാമിലാണ്. പോസ്റ്റുകളൊന്നും ഇതിൻ്റെതായിട്ട് വന്നില്ല. ആകെ വന്നത് ഒരു പോസ്റ്റർ പോലെയൊക്കെയാണ് വന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.